വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരേ ഒരു വാക്കാണ്. ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാനായിട്ട് ആ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വേറെ സെന്റൻസുകളുടെ ഒപ്പം കുറേ സെന്റൻസുകളുടെ ഒപ്പം നമ്മൾ മിക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കത് ഓർമ്മ വരത്തില്ല. ഇങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് മറക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അഗർ, അഗർ എന്നുള്ളൊരു വാക്ക്. അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എങ്കിൽ എന്നാണ്. മനസ്സിലായോ? അഗർ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യുന്നതെന്നാണ്. ഇപ്പൊ നമ്മൾ പറയാണ് മഴയില്ലെങ്കിൽ നാളെ നമുക്ക് പുറത്തു പോകാൻ സാധിക്കും. മഴയില്ലെങ്കിൽ നാളെ നമുക്ക് പുറത്തു പോകാൻ സാധിക്കും അല്ലേ? നമ്മൾ പറയില്ലേ മഴയില്ലെങ്കിൽ നമുക്ക് നാളെ പുറത്തു പോകാം അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിലേക്ക് മാറ്റുമ്പോൾ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെന്റൻസ് പറഞ്ഞു, ഇന്ന് എനിക്ക് പനിയാണ്, അതുകൊണ്ട് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്ന് ആജ് മുജെ എനിക്ക് അല്ലെ, അങ്ങനെ നമ്മൾ നോക്കി ആജ് മുജെ പനിയാണ് ബുക്കാർ ഹെ. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞ നമ്മള് മഴയില്ലെങ്കിൽ നാളെ നമുക്ക് പുറത്തു പോകാൻ കഴിയും. അപ്പൊ മഴ ബാരിഷ് അതാണോ ആദ്യം വരുന്നത്? ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ എന്നുള്ള എങ്കിൽ എന്നുള്ളൊരു വാക്കോട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അഗർ ബാരിഷ് നഹി ഹുയി തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗർ എങ്കിൽ, അഗർ ബാരിഷ് നഹി ഹുയി തോ. ഹുയി എന്ന് പറഞ്ഞത് ബാരിഷ് സ്ത്രീലിംഗം ആയതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഹുവ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അഗർ ബാരിഷ് നഹി ഹുയി തോ നാളെ നമുക്ക് പുറത്തു പോകാം. എങ്ങനെയാണ്? കൽ ഹം ബാഹർ ജാ സക്തേ ഹെ, കൽ ഹം ബാഹർ ജാ സക്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് പുറത്തു പോവാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ അഗർ എന്ന വാക്കിന്റെ യൂസ് വരുന്നത്. അതെപ്പോഴും നമ്മൾ ആ ഫസ്റ്റിലാണ് വരിക, ഇഫ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സെന്റൻസ് ഇങ്ങനെ പറയാം, അഗർ ബാരിഷ് നഹി ഹുയി തോ ഹം കൽ ബാഹർ ജാ സക്തേ ഹെ. മനസ്സിലായോ? ശരി. അടുത്തൊരു സെന്റൻസ് ഇപ്പൊ നമ്മൾ പറയും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് പറയില്ലേ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മതി, അങ്ങനെ പറയില്ലേ? ആ സെന്റൻസ് എങ്ങനെയാ പറയണേ? എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അഗർ, അഗർ आपको मेरी जरूरत है तो मुझे फोन कर लेना. മനസ്സിലാവുന്നുണ്ടോ? അഗർ ആപ്കോ മേരി ജറൂരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം. മനസ്സിലായോ? ജറൂരത്ത് ഹേ തോ മുझे ഫോൺ കർ ലേന. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ പറയണേ, നീ നേരത്തെ വന്നാൽ ഇന്ന് നമുക്ക് ഹോട്ടലിൽ പോവാം ഭക്ഷണം കഴിക്കാനായിട്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ പുറത്തു പോകാം. എന്തായാലും നീ നേരത്തെ വന്നാൽ നമുക്ക് ഹോട്ടലിൽ പോവാം. എങ്ങനെയാ പറയാ? അഗർ തും ജൽദി ആയേ തോ ഹം ഹോട്ടൽ ജാ സക്തേ ഹെ. അഗർ തും ജൽദി ആയേ തോ ഹം ഹോട്ടൽ ജാ സക്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നേരത്തെ വന്നാൽ, അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, ആ കാര്യത്തിന്റെ റിസൾട്ടാണ് നമ്മൾ അടുത്ത സെന്റൻസ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നേരത്തെ വന്നാൽ, നീ വരുന്നൊരു കാര്യം, നീ ചെയ്യുന്നൊരു കാര്യമുണ്ട് നേരത്തെ വരിക എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് അവിടെ കാണുവാണ് അല്ലെ. എന്താണ് ആ റിസൾട്ട്? നമുക്ക് ഹോട്ടലിലേക്ക് പോവാൻ പറ്റും. ഹം ഹോട്ടൽ ജാ സക്തേ ഹെ. മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറൊരു സെന്റൻസ് ഇപ്പൊ നമ്മൾ പറയണ, അവൻ വന്ന എന്നോട് പറയണം കേട്ടോ എന്ന് പറയില്ലേ? അവൻ വന്ന എന്നോടൊന്ന് പറയണം. അതെങ്ങനെയാ പറയാ? അഗർ വോ ആയേ തോ മുझे बता दो. അഗർ വോ ആയേ തോ മുझे बता दो. അവൻ വന്ന എന്നോട് പറയണം. മനസ്സിലായോ? ഓക്കെ. അതുപോലെ ലാസ്റ്റ് ഒരു സെന്റൻസ്, താങ്കൾ ഹിന്ദി പഠിച്ചിരുന്നെങ്കിൽ, താങ്കൾ ഹിന്ദി പഠിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് നല്ല ഒരു ജോലി കിട്ടുമായിരുന്നു. എങ്ങനെയാ പറയാ? അഗർ ആപ് ഹിന്ദി സീഖ് ലേത്തെ തോ ആപ്കോ അച്ചി ജോബ് മിൽ ജാത്തി थी. മനസ്സിലായോ? അഗർ ആപ് ഹിന്ദി സീഖ് ലേത്തെ തോ ആപ്കോ അച്ചി ജോബ് മിൽ ജാത്തി थी. അപ്പോൾ ഇതാണ് അഗർ എന്ന വാക്കിന്റെ ഒരു യൂസ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഒറ്റ ക്ലാസ് ആയിട്ടിട്ട് ഇനി നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും സെന്റൻസുകളുടെ ഇടയിൽ കൂടി ഈ അഗർ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പൊ ക്ലിക്ക് ആവുമെങ്കിലും പിന്നീട് നമുക്ക് അതൊരു എന്താ പറയാ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ശരി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എവിടെയെങ്കിലും കേൾക്കാം മഗർ
മഗർ, ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു വാക്കാണ് കേട്ടോ. മഗർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലേക്കിൻ, ലേക്കിൻ, അതുപോലെ തന്നെ പർ, അതുപോലെ തന്നെ പരന്തു, ഇതെല്ലാം ഏതൊരു വാക്കാണ്? ലേക്കിൻ, പക്ഷേ അല്ലേ. അപ്പൊ സെയിം മീനിങ് ആണ് മഗർ എന്ന് പറയുന്നത്. മഗർ, ഇപ്പോൾ ഞാൻ പറയാണ് എനിക്ക് നാളെ ഒരു പാർട്ടിക്ക് പോകണമായിരുന്നു, നാളെ ഒരു പാർട്ടിക്ക് പോണം, പക്ഷേ ഇന്ന് എനിക്ക് പനി പിടിച്ചു. അപ്പൊ എങ്ങനെയാ? മുझे കൽ പാർട്ടി മേ ജാനാ ഹെ, മുझे കൽ പാർട്ടി മേ ജാനാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ പാർട്ടിക്ക് പോകണം. മഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്കിൻ, അതും റൈറ്റ് ആണ് കേട്ടോ. പക്ഷെ മഗർ, മഗർ എന്ന് പറഞ്ഞാലും എന്താണ്? പക്ഷേ. ആജ് മുझे ബുക്കാർ ഹോ ഗയി, ബുക്കാർ ഹോ ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പനി പിടിച്ചു. അപ്പോൾ ഇതാണ് മഗറിന്റെ യൂസ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈ അഗറും മഗറും കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. എന്തായാലും ഡിഫറെന്റ് മീനിങ് ആണ് ഇതിന്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വളരെ ചെറിയ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെന്താ, അറിയുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.